ഹായ്, നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് പറയുന്നത്, എൻ്റെ മകൻ ഡിഗ്രി വരെ പഠിച്ചു, അല്ലെങ്കിൽ പ്ലസ് ടു വരെ പഠിച്ചു, അല്ലെങ്കിൽ ഇന്ന കോഴ്സ് പഠിച്ചു, പക്ഷെ ഇത്രയും പഠിച്ചിട്ട് പോലും അവർക്ക് ഇതുവരെ ഒരു ജോബ് ആയിട്ടില്ല, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു സാലറി അവർക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ പല നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ്. സോ അത് എന്താണ് അതിന്റെ റീസൺ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നോക്കാം അല്ലെ, ഇപ്പോൾ ബികോം പഠിച്ചാണെങ്കിലും വാട്ടവർ ഡിഗ്രി ഏതെങ്കിലും ഡിഗ്രി കരസ്ഥമാക്കിയിട്ട് കൂടെ അവർക്ക് വിചാരിച്ചിട്ടുള്ള ഒരു ജോബോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എന്തായിരിക്കും ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് ഇത്രത്തോളം വരാനുള്ള റീസൺ? അതിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കം മുതൽ അതായത് ചെറുപ്പം മുതൽ ഇന്ത്യൻ പാരൻസ് പറയുന്നത് മക്കളോട് അങ്ങോട്ട് ആവശ്യപ്പെടുമായിരിക്കും, നിങ്ങൾ ഡോക്ടർ ആവുക, നിങ്ങൾ എഞ്ചിനീയർ ആവുക, അല്ലെങ്കിൽ മക്കളുടെ ഇഷ്ടം നോക്കാതെ മക്കളോട് നിങ്ങൾ സ്കൂളിൽ പോകും, സ്കൂളിൽ കഴിഞ്ഞിട്ട് കോളേജിൽ പോകും, കോളേജിൽ ഇന്ന കോഴ്സ് എടുക്കുക, ഇന്ന കോഴ്സ് എടുത്തിട്ട് അതാവും പറഞ്ഞാൽ ചില മക്കൾക്ക് ഇത് കഴിഞ്ഞോളുന്നില്ല. ഇനി കഴിഞ്ഞാൽ തന്നെ അത് എടുത്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഉദ്ദേശിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല, അവർക്ക് നല്ല ജോലി കിട്ടില്ല. ഇനി എടുത്ത ഡിഗ്രി ആ ഒരു ജോലി മാത്രമേ എടുക്കുള്ളൂ. ഇവർക്ക് വേറെ ജോലിക്ക് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോകാൻ കഴിയില്ല, കാരണം അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി മാത്രമേ അവർ ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ആണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഒരു കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഇപ്പൊ അവര് പഠിച്ചത് ബിടെക് ആണ്. ആക്ച്വലി നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ അതർ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പൊ തമിഴ്നാട് തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൽ എന്ന് പറയുന്നത് കമ്പനീസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബിസിനസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നമ്മൾ പറയുന്നതാണ് ഫസ്റ്റ് ഉള്ളത് കേരളം. ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ മുൻപതിലിരിക്കുമ്പോഴും ബിസിനസിന്റെ കാര്യത്തിൽ എനിക്ക് പലപ്പോഴും പുറകെയായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് കേരളത്തിന്റെ കാര്യത്തിൽ നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ജസ്റ്റ് ഒന്ന് ചുറ്റുമുള്ള എത്ര മാനുഫാക്ചേഴ്സ് ഇവിടെ ഉണ്ട്, എന്തെല്ലാം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇല്ല. നമ്മുടെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ ആക്ച്വലി ഉള്ളത്. അതുകൊണ്ട് തന്നെ ആക്ച്വലി ഇത്രയും ഒരു അൺഎംപ്ലോയ്മെന്റ് ഇപ്പൊ നമ്മുടെ കുട്ടികൾ കൂടുതൽ ഇപ്പൊ കാനഡയിലോട്ടും അമേരിക്കയിലോട്ടും മറ്റ് യൂറോപ്യൻ കൺട്രീസിലോട്ടും പോയിക്കൊണ്ടിരിക്കാം. സോ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് ആവശ്യമായിട്ടില്ല, ഇവർ പഠിച്ച എഡ്യൂക്കേഷൻ അവർ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയും അതിന് വേണ്ടിയുള്ള നമ്മുടെ മാനുഫാക്ചേഴ്സ് ഇല്ല, അതിന് വേണ്ടിയുള്ള ബിസിനസ് ആക്ച്വലി എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. വൺ ഓഫ് ദി മെയിൻ റീസൺ ആണ് ഈ അൺഎംപ്ലോയ്മെന്റിന്റെ റീസൺ. ആക്ച്വലി ബിസിനസ് ഗ്രോ ചെയ്യുമ്പോൾ ഒരു നാട് ശരിക്കും വളരാന്ന് പറയുന്നത് അതിന്റെ എന്താ പറയുക ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റേഷ്യോസ് ഒക്കെ കൂടി വരിക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഒരു നാട് വളരുന്നത് നമുക്ക് GDP നോക്കിയിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയൊക്കെ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടെത്തുന്നത്, എത്രയാണെന്ന് മൂല്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഫൈനാൻസ് ബിസിനസ് ഒരു രാജ്യത്ത് എത്ര ഉള്ളൂ. അപ്പൊ ചൈന എന്ന് പറയുന്നത് ഒരു വലിയൊരു ശക്തിയായിട്ട് മാറിയിരിക്കുക. നമുക്കറിയാം ചൈനീസ് പ്രൊഡക്റ്റിനെ പറ്റി അല്ലെ. ചൈനീസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താ, ഇനി ഏത് കോണിലും ഏത് കാര്യത്തിലെടുത്താലും ചൈനക്ക് അതിൽ എന്താ പറയുക അവർക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. അതായത് അവരുടെ കുട്ടികളൊക്കെ വളരെ പെർഫെക്റ്റോടുകൂടി അതിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഇന്ത്യയിൽ ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലൂടെ എത്തിയിട്ടുണ്ട്. അവർ അത്രയും ഒരു പൊസിഷൻ ഒരു അഡ്വാൻറ്റേജ് എന്താ പറയുക കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആക്ച്വലി അവർക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ ആയാലും ബിസിനസ് ആയാലും. സോ ബിസിനസ് വളരുന്നൂടെയാണ് എന്ത് ചെയ്യുന്നത് ആക്ച്വലി ഒരു നേഷൻ തന്നെ എന്ത് ചെയ്യുന്നത് ബിൽഡ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടപ്പോഴും കേട്ടതാണ്, ഒരു ലിസ്റ്റഡ് കമ്പനി പോലും മലപ്പുറത്തില്ല. അത്ര ഒരു മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയിൽ ലിസ്റ്റഡ് കമ്പനീസിന് അതായത് ഇപ്പൊ ചിലയിടത്തുണ്ട്. ഇപ്പൊ എറണാകുളം എന്ന് പറയുന്നത് എറണാകുളം ഒരു സിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത്ര ഒരു സിറ്റിയാണ്. അതെന്താണ്, അവിടെ അത്രയും എഡ്യൂക്കേഷൻ ഉണ്ട്. ഇപ്പൊ നമുക്കിപ്പോ സപ്പോസ് വണ്ടികളുടെ കേസിൽ എടുക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ അതായത് ഇങ്ങനത്തെ നമ്മുടെ ഗ്രാമങ്ങളിൽ നമുക്കൊരു BMW അല്ലെങ്കിൽ ബെൻസ് പോലുള്ള അങ്ങനത്തെ പ്രീമിയം ക്ലാസ് ഒന്നും കാണാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പക്ഷെ നമ്മൾ എറണാകുളം അല്ലെങ്കിൽ വലിയ വലിയ സിറ്റികളിൽ പോകുമ്പോൾ ഇപ്പൊ ബാംഗ്ലൂർ ആകുമ്പോൾ അല്ലെങ്കിൽ വളരെ വലിയ വലിയ സിറ്റിയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രീമിയം വിഷ്വൽ ലൈഫ് ഒക്കെ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്, ബിസിനസ് ഉള്ളവർക്ക് എന്തുണ്ടാവുള്ളൂ, വെൽത്ത് ഉണ്ടാവും. അതെന്ന് പറയുന്ന ഒരു മെയിൻ റീസൺ ആണ് ഇത്. ഈ അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു മെയിൻ റീസൺ ആണ് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലുള്ള കുറവുകൾ. ഇപ്പോ സന്തോഷ് ജോർജ് കുളങ്ങര സാർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 പേർക്ക് ജോലി കൊടുക്കുന്നവരാവുക. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതിൽ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നവരാവുന്നത് ഒരു സൊല്യൂഷനാണ്. ഇതിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ജസ്റ്റ് ഇതിന്റെ സിലബസ് വെച്ചിട്ട് പഠിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. പൈസയെ കുറിച്ച് സംസാരിക്കുന്നില്ല, മണിയെ കുറിച്ച് സംസാരിക്കുന്നില്ല, ബിസിനസിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, എങ്ങനെ സ്റ്റാർട്ടപ്പ് തുടങ്ങാം, അല്ലെങ്കിൽ എന്തൊക്കെ ഐഡിയകൾ ഇവിടെ ജനറേറ്റ് ചെയ്യാം, ഐഡിയകൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ സംസാരിക്കേണ്ട, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് മാറ്റാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പഴയ എഡ്യൂക്കേഷനാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് എഴുതാൻ പഠിക്കുക, വായിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ കാര്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യം ചെയ്യാനോ പുതുതായിട്ട് കാര്യം സ്റ്റാർട്ട് ചെയ്യാനോ ഒന്നും നമ്മുടെ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഒരു കുട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡിസ്കസ് ചെയ്തു, ജോലി കിട്ടുന്നില്ല. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷൻ ഉണ്ടാവും, പാഷൻ ഉണ്ടാവും. ഈ പാഷനും പ്രൊഫഷനും ഒന്നാക്കുമ്പോഴാണ് ഈ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. മറ്റേത് ഏതോ ഒരു ജോലി എടുക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്യുന്നില്ല നല്ലത് നമ്മുടെ പാഷൻ കണ്ടെത്തിയിട്ട് ആ പാഷനായിട്ട് വർക്ക് ചെയ്യാം. ചില ആളുകൾക്ക് ചിലപ്പോൾ ജോലി എടുക്കുന്നതായിരിക്കും കംഫർട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ജോലി എടുക്കണം എന്നുള്ളത് ആളെ തീരുമാനിക്കണം.
ആളുടെ പാഷൻ കണ്ടെത്തിയതിനു ശേഷം, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു ഡോക്ടർ ആയിക്കോ, ഇയാൾ ഡോക്ടർ ആവാൻ വേണ്ടി ഹസിൽ ചെയ്തിട്ട് ഡോക്ടർ ആവാൻ ശ്രമിക്കല്ല വേണ്ടി, ഇയാളുടെ ചിലപ്പോൾ ഒരു ഇലക്ട്രിക്കൽ മേഖലയാണ് അയാൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് ആ ഒരു ഇതിൽ ഏറ്റവും എക്സലന്റ് ആയിട്ട് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പാഷനും പ്രൊഫഷനും ഒന്നായിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് അതിനൊരു മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും, പൈസ ഉണ്ടാക്കാൻ കഴിയും. എന്തായാലും എന്ത് പാഷൻ എന്താണെങ്കിലും അതിന് മോണിറ്റൈസേഷൻ വഴി കണ്ടെത്തുന്നത്. നമ്മുടെ പാഷൻ എങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്യാന്നുള്ളതാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത് ഞാനൊരു ന്യൂസിൽ കണ്ടതാണ്. അതായത് ഒരു സ്ത്രീ അവരെന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആക്ച്വലി അവർ വർക്ക് ചെയ്യുന്നത്, പക്ഷെ അവർ ആ വർക്ക് ചെയ്തത് ആ ഒരു ജോബ് റിസൈൻ ചെയ്തിട്ട് അവർ ബിസിനസ് പറയുന്ന മേഖലയിലോട്ടാണ്. ആക്ച്വലി ഒരു 10-20 വയസ്സുണ്ടാവും ആ കുട്ടിക്ക്. സോ എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവര് നമ്മുടെ ചിരട്ടുണ്ടല്ലോ, സോ അതുകൊണ്ട് അവര് പല പല കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി, പല പല ആർട്ട് ഓക്കെ അതുകൊണ്ടുള്ളത്. സോ അത് എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുകയും ഇന്ന് ഏകദേശം ആ ഒരു കമ്പനി ജനറേറ്റ് ചെയ്യുന്നത് 2 കോടിയുടെ വരുമാനമാണ് മേടിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ആ ഒരു കുട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു ജോബ് കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മാസം പോലും 30,000-20,000 മേടിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണെന്ന് പറയുന്നത് സ്വന്തം ഒരു പാഷൻ ഫൈൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ എത്ര നിസാരമായിട്ട് നമ്മുടെ വീട്ടിലെ ചിരട്ടകൾ എത്ര നിസാരപ്പെട്ടുള്ള നമ്മൾ കാണുക. സോ അതിനെപ്പോലും 2 കോടിയുടെ ഒരു വേർത്താക്കാൻ പറ്റും നമുക്ക് ബിസിനസ്. പവർ ഓഫ് ബിസിനസ് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കുന്നത് ആ ഒരു കുട്ടി രക്ഷപ്പെടുന്ന ശരിക്കും ആ ഫാമിലി ഫുള്ള് രക്ഷപ്പെട്ടു. 2 കോടിക്ക് അത്രയും ഒരു വലിയൊരു ഹ്യൂജ് വെൽത്ത് അവരുടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവരും നന്നാവും. അതിലൂടെ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയ്മെന്റ് ആണ്, ഒരുപാട് ആളുകൾ ജോലി കൊടുക്കാൻ പറ്റും. അവരുടെ ആ ഒരു ഏരിയയിൽ ശരിക്കും രക്ഷപ്പെടാൻ ശരിക്കും ഒരു ബിസിനസ് ഉണ്ടാവുക, ഒരു നാട്ടിൽ ശരിക്കും ഒരു ബിസിനസ് ഉണ്ടാവുക എന്ന് പറയുന്നത് അവരുടെ കുടുംബം ആ ഒരു നാടിനെ രക്ഷപ്പെടുന്നതിന്റെ ഒരു രീതിയാണ്. അവിടെ ഒരു 50 ആളുകൾ ജോലി, അവിടുത്തെ മാന്യമായ സാലറി കൊടുക്കണം. മാന്യമായിട്ടുള്ള സാലറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു ബിസിനസ്സും രക്ഷപ്പെടും. മാത്രമല്ല അവിടെ 50 ആളുകൾ ജോലി, 50 ഫാമിലിയാണ് എന്ത് ചെയ്യുന്നത് രക്ഷപ്പെടുന്നത്. അതും എന്താ പറയാ ഒരു ബിസിനസ്സിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. നാട്ടിൽ ഒരുപാട് വികസനങ്ങൾ വരും, ഇൻഫ്രാസ്ട്രക്ചർ വരും. ഓരോ നാട്ടിലും പല ബിസിനസ്സുകൾ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, റോഡ്, അതുപോലെ കച്ചവടം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ബിസിനസ് ഒരു നാട്ടിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് ബിസിനസ്സിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറുതെ ഒരു എന്താ പറയാ ചില ആളുകൾക്ക് നല്ല പാഷൻ ആയിരിക്കും, പക്ഷെ അത് പ്രാക്ടിക്കൽ ആണോ കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സപ്പോസ് ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ ബിടെക് നോക്കാൻ എത്രയോ സ്റ്റുഡൻസ് എടുക്കുന്നത് നിങ്ങൾക്ക് ഒരു പണിയില്ലാതെ നടക്കണം, ഒരു ജോബില്ല. അവർക്ക് ജോബ് ബിടെക് നോക്കാൻ എത്ര 5 വർഷമൊക്കെയാണ് സപ്പോസ് 5 വർഷം 4 വർഷമൊക്കെ ഇതിന് മാത്രമായിട്ട് അതിൽ സപ്ലൈ എഴുതി കട്ടുള്ളൂ. 25-ാം വയസ്സിലായിരിക്കും മിക്കവാറും അതിന് അത്ര ഏജ് ആവുന്ന പറയാം ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ. സോ ഇങ്ങനെ ഇവർ കംപ്ലീറ്റ് ചെയ്യുകയും പക്ഷെ ഇവർക്ക് ഇങ്ങോട്ട് ഒരു ജോബ് ആവുന്നില്ല. ഇത്രയും പഠിച്ചു, വർഷങ്ങൾ പഠിച്ചു, +2 വരെ പഠിച്ചു. എത്ര വർഷം ആക്ച്വലി ഇപ്പൊ LKG UKG പഠിച്ച +2 വരെ പഠിക്കുന്ന ഒരാൾ വേണ്ടി 14 വർഷം ജീവിതത്തിന്റെ ഒരു മേജർ പോർഷൻ എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യാണ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. എന്നിട്ട് ഇവര് കൃത്യമായിട്ടുള്ള ഒരു ജോബ് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് എത്ര ദൗർഭാഗ്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡിമാൻഡോ. അപ്പൊ ബിടെക് സപ്പോസ് നിങ്ങൾ ഗൾഫിൽ പോകാൻ മാത്തമാറ്റിക്സ്. സോ ഈ ബിടെക്കിൽ ഒരു പ്രശ്നമാണ്. ഇപ്പൊ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഡിമാൻഡ് കൂടുതലാണ്. ഓരോ ബിസിനസ്സിനും അക്കൗണ്ടിന് ആവശ്യമുണ്ട്, പക്ഷെ ഓരോ ബിസിനസ്സിനും ഒരു ബിടെക്കാരന് ആവശ്യമുണ്ടോ ഇല്ല. കാരണം ബിടെക് എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് സെക്ഷൻസിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൂടി ഇതിനൊരു റീസൺ ആണ്. കാരണം നമുക്ക് ബിടെക്കാർ ചിലപ്പോൾ നമുക്ക് 1000 ആവശ്യമുണ്ടാവുള്ളൂ, പക്ഷെ അക്കൗണ്ടിങ്ങിനാണ് നമുക്ക് ചിലപ്പോൾ 1 ലക്ഷം ആവശ്യമുണ്ടാവും. അത്ര ഡിഫറൻസ് ഉണ്ട് ഡിമാൻഡിൽ. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യണം ഒരു എഡ്യൂക്കേഷൻ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്നൊക്കെ പറയാം അല്ലെ. പിന്നെ നമ്മളിതിൽ ഈ ഒരു കാലഘട്ടത്തിൽ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എഡ്യൂക്കേഷനിലാണ് ഇപ്പൊ നമുക്ക് +2 ഉണ്ടോ അല്ലെങ്കിൽ ഇന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നല്ലാതെ സ്കില്ലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പല ബിസിനസ്സുകളും പല ഓണേഴ്സും ഹയർ ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് സ്കില്ല് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഈ ഒരു സമയത്തുള്ള ഇപ്പൊ AI ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരുപാട് ജോലികൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന AI കാരണം ഒരുപാട് ജോലികൾ ഒഴിവാക്കുന്ന കാരണം. അപ്പൊ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ് AI മാസ്റ്റർ ഒക്കെ ചെയ്യാനാണ്, ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാക്കാൻ. ആ ഒരു ഭാഗത്തെ കൂടി ഒരുപാട് സ്റ്റുഡൻസ് അത് പഴയ പോലെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ കടന്നു വന്നിട്ട് ആ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ജോലി കിട്ടൽ ഈ ഒരു സമയത്ത് വളരെ ഡിഫിക്കൽട്ടായ സംഭവം. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ AI അതുപോലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, 3D പ്രിന്റിങ്, റോബോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലയിൽ കടന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നമുക്ക് നല്ലൊരു പ്രൊഫഷൻ ഉണ്ടാക്കാൻ, കരിയർ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ഇപ്പൊ പല AI കോഴ്സുകൾ അതുപോലെ അതിൽ സ്കിൽ ചെയ്യാം. ഇപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർ, ഫോട്ടോഷോപ്പ്, ഇലിസ്ട്രേറ്റർ, അതുപോലെ ഇന്റീരിയർ ഡിസൈൻ സോഫ്റ്റ്വെയർ, അങ്ങനെ ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ സമയത്ത് അത് എപ്പോഴും പോലെ ഈ എഞ്ചിനീയറിംഗ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ ഈ ഡോക്ടേഴ്സും അതുപോലെ ടീച്ചേഴ്സും ഒക്കെ നമുക്ക് ഈ AI റിപ്ലേസ് ചെയ്യുന്ന കാലഘട്ടമാണ്. പല നോൺ സ്കില്ലുകളായിട്ടുള്ള കോഴ്സുകൾ, മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കുക, അതിൽ പ്രവർത്തിക്കുക, അത് പഠിക്കുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. എഡ്യൂക്കേഷൻ +2 സർട്ടിഫിക്കറ്റ് പിടിച്ചിട്ടിരിക്കാതെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, പുതിയ സ്കില്ലുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിന് മറ്റൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. എല്ലാവരും അപ് ടു ഡേറ്റ് ആവുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ എന്ന രീതിയിൽ മസ്റ്റായിട്ട് ഒബ്വിയസ്ലി ചെയ്യേണ്ട കാര്യം.
തീർച്ചയായിട്ടും ഇപ്പൊ എ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പൊ എ ബേസിക് നമ്മൾ എഡ്യൂക്കേഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഇപ്പൊ നാളെ ഞാനൊരു റീൽ കണ്ടു, അതായത് പണ്ടുള്ള ഒരു കാർ ഇപ്പൊ സപ്പോസ് അബ്ദുള്ള സെക്ടർ അല്ലെ, അത് മാറിയിട്ട് അതിനേക്കാൾ സ്പീഡും എഫിഷ്യൻസിലും എത്ര കാറുകൾ വന്നു. പക്ഷെ പണ്ടും 1000 കൊല്ലം മുമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇതേ സിസ്റ്റമാണ്, അതായത് അധ്യാപകൻ വിദ്യാർത്ഥി അതിങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ സ്കൂൾ ഫീൽഡിൽ പോകാൻ പറഞ്ഞു കൊടുക്കുക, അതിന് ഇന്നും ഒരു മാറ്റം വന്നിട്ടില്ല. അതായത് അത്രയും ബാക്കി എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആവുന്നുണ്ട്, അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ വിദ്യാഭ്യാസം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് കാര്യമായിട്ടുള്ള എന്താ പറയാ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ സ്കിൽ ബേസ്ഡ് എന്ത് ചെയ്യേണ്ടതുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ്, ട്രേഡിംഗ് എല്ലാം അതിന്റെ ബേസിക്സ് അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു വാതിലെങ്കിലും തുറന്നിടുന്ന രൂപത്തിലായിരിക്കണം എന്ത് നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അധ്യാപകരോട് അതിൽ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളെ നമ്മൾ എന്താ പറയുക കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ് അല്ലെ, തീർച്ചയായിട്ടും. സോ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യാനുള്ളത്? ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അൺഎംപ്ലോയ്മെന്റിന്റെ കാരണമാകുന്ന കാര്യങ്ങളും അതിന്റെ പരിഹാരങ്ങളാണ് ചർച്ച ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്ത് തോന്നുന്നുണ്ട്. പിന്നെ ഇത്ര കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന തലമുറയെങ്കിലും രക്ഷിതാക്കളെങ്കിലും ഇപ്പൊ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതെ, ഇനിയിപ്പോ നിങ്ങൾ പഠിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഇതൊക്കെ പഠിച്ച ആളുകളെ കുറിച്ചിട്ടാണ്, പഠിച്ചിട്ട് എംപ്ലോയ്മെന്റ് നമ്മൾ പഠിക്കാനൊരു സാഹചര്യം കിട്ടാത്ത ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 10ാം ക്ലാസ് ആണെങ്കിലും +2 ആണെന്നുണ്ടെങ്കിലും ഡിഗ്രി ആണെങ്കിലും വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ടുണ്ട് നിങ്ങൾ ആ ഒരു എന്താ പറയാ നിങ്ങളുടെ ജോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജോബിനോട് കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് എങ്ങനെ കരസ്ഥമാക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു കരിയറിനോട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 6 മാസം കൊണ്ട് 10ാം ക്ലാസ്സും അതുപോലെ തന്നെ SSLC അതായത് 10ാം ക്ലാസ് അതുപോലെ തന്നെ +2 അതുപോലെ തന്നെ ഡിഗ്രി ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വാട്ട് ആർ ദ ഡൗട്ട്സ് PG അതുപോലെ തന്നെ PG നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ട് നിങ്ങൾ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് തരുന്നതാണ്. സോ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, അത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.